ഒരു റിലേഷൻഷിപ്പ് തകർക്കാനായിട്ട് സംശയരോഗത്തിനെക്കാട്ടിലും വലിയ ഒരു രോഗമൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു സംശയരോഗം തകർത്ത ഒരുപാട് ജീവിതങ്ങൾ ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. തെലങ്കാനയിലായിരുന്നു വെങ്കടേശ്വർ രമാദേവി ദമ്പതികൾ താമസിച്ചിരുന്നത്. അവർക്ക് ഒരു മകളുണ്ടായിരുന്നു. രുക്മിണി ദേവി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. അപ്പോൾ BSc ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ആ പെൺകുട്ടിക്ക് വീട്ടുകാരിങ്ങനെ കല്യാണാലോചനകളും മറ്റുമൊക്കെ നോക്കി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അവർക്ക് ഒരു വിവാഹാലോചന വരുന്നത്. വരപ്രസാദ് കൃഷ്ണവേണി ദമ്പതികളുടെ മകനായിട്ടുള്ള ശ്രാവൺ കുമാറിന്റെ ജാതകം ഈ ഒരു ഫാമിലിയുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം അവർ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല ഓക്കെയാണ്. ചെക്കനാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ബാങ്കിലൊക്കെയാണ് ജോലി, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. അങ്ങനെ രണ്ട് ഫാമിലിയും തമ്മിൽ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. ഈ ശ്രാവണും ദേവിയും പരസ്പരം കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് വിവാഹ നിശ്ചയമൊക്കെ കഴിയുകയാണ്. അപ്പോൾ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ശ്രാവണിന് ഒരു ആഗ്രഹം തൻ്റെ ഭാവി വധുവിനായിട്ട് സംസാരിക്കണം എന്നുള്ളത്. എന്നാൽ ആ സമയത്ത് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രാവൺ തന്നെ ഒരു ഫോണൊക്കെ വാങ്ങി നൽകുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവർ രാത്രിയിൽ മണിക്കൂറുകളോളം ഫോണിലൂടെ സംസാരിക്കാനായിട്ട് തുടങ്ങി. അതായത് നിശ്ചയത്തിന് ശേഷം ഇവർ രണ്ടുപേരും പ്രണയിക്കാനായിട്ട് തുടങ്ങിയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങുകയായിരുന്നു. അതായത് രാത്രി ശ്രാവൺ വിളിക്കുന്ന സമയത്ത് ദേവിയുടെ ഫോൺ ബിസിയാണ്, എൻഗേജ്ഡ് ആണ്. അതുപോലെ തന്നെ തിരിച്ചു വിളിക്കുന്നുമില്ല. അപ്പോൾ ആരോടാണ് രാത്രി മണിക്കൂറുകളോളം തൻ്റെ ഭാവി വധു ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത ആളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്, ഒരു സംശയം ആളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ ആൾ തീരുമാനിക്കുകയും ചെയ്തു. അതിനായിട്ട് ഒരു നല്ല പ്ലാനും ആൾ ഇട്ടു കേട്ടോ. അപ്പോൾ ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് തന്നെ ഒന്ന് കാണണം, നമുക്കൊന്ന് പുറത്തു പോകാം, ഒരു ദിവസം ഒരു ഔട്ടിങ്ങിന് പോകാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ദേവിയും അതിന് സമ്മതിച്ചു. അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും പുറത്തിറങ്ങുകയും ചെയ്തു. പുറത്തിറങ്ങി ആദ്യം ഇവരൊരു കോഫി ഷോപ്പിലോട്ടാണ് പോയത്. അവിടെ ഇരുന്ന് കാപ്പി ഒടിച്ചു, സംസാരിച്ചു. അതിനുശേഷം ശ്രാവൺ പറഞ്ഞു നമുക്ക് സിനിമക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സിനിമക്ക് പോവുകയാണ്. സിനിമക്ക് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രാവൺ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിയുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഫോണിൽ ബാറ്ററി ഇല്ല, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൾ ചെയ്യാനുണ്ട്, നിൻ്റെ ഫോണൊന്നും തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവി ഫോൺ കൊടുത്തു. ആൾ ആ ഒരു ഫോൺ കൊടുത്തെങ്കിൽ നേരെ തിയേറ്ററിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അതിനുശേഷം ബാത്റൂമിലോട്ട് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ആൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോണിലൊരു സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്യായിരുന്നു. ഒരു റെക്കോർഡിംഗ് ആൻഡ് ട്രാക്കിംഗ് ആപ്പായിരുന്നു അത്. എന്നിട്ട് ആളുടെ ഗൂഗിൾ ഡ്രൈവ് ആയിട്ട് അത് ലിങ്ക് ചെയ്യാണ്. അതിനുശേഷം ആപ്പ് ആ ഫോണിൽ നിന്ന് ഹൈഡ് ചെയ്ത് കളയുകയും ചെയ്തു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ആൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ കൊണ്ടുങ്ങേറ്റ് ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് സിനിമ കഴിഞ്ഞു. അതിനുശേഷം വൈകുന്നേരം ദേവിയെ കൊണ്ട് ദേവിയുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തതിന് ശേഷമാണ് ശ്രാവൺ കുമാർ തൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ പിന്നീട് ആളുടെ ഗൂഗിൾ ഡ്രൈവ് നോക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൊരു കോൾ റെക്കോർഡായിരുന്നു ഉണ്ടായിരുന്നത്. അത് ആൾ കേൾക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പല കോൾ റെക്കോർഡുകളും മറ്റും ആൾ കേട്ടു. അപ്പോൾ ആൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവി തൻ്റെ കാമുകനുമായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. രാഘവേന്ദ്രൻ എന്നായിരുന്നു ആ ഒരു പയ്യൻ്റെ പേര്. ഇവരൊരുമിച്ച് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കോളേജിൽ വെച്ചുണ്ടായിരുന്ന പ്രണയവും കാര്യങ്ങളൊക്കെയാണെന്ന് ആൾക്ക് മനസ്സിലായി. എന്നാലും ആളത് വലിയ കാര്യമാക്കിയില്ല. വിവാഹത്തിന് ശേഷം ഇതെല്ലാം തന്നെ ശരിയാകുമെന്ന് ആൾ ചിന്തിക്കുകയാണ്. അങ്ങനെ അതൊന്നും വലിയ കാര്യമാക്കാതെ ഒരു സൈഡിൽ കൂടെ പോയി. അതുപോലെ തന്നെ ഇവരുടെ വിവാഹവും കാര്യങ്ങളുടെയും ഡേറ്റുകളൊക്കെ അടുത്തു വന്നു. ഇവരുടെ വിവാഹവും നടന്നു. മാർച്ച് 1, 2023 അവരുടെ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞു, ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞു. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ ദിവസം ഈ ശ്രാവൺ കുമാർ രാവിലെ ബാത്റൂമിൽ കുളിക്കാനായിട്ട് കയറിയതായിരുന്നു. കുളിക്കാനായിട്ട് ഇങ്ങനെ ദേഹത്തൂടെ വെള്ളം ഒഴിച്ചപ്പോൾ ആളുടെ പ്രൈവറ്റ് പാർട്ടിൻ്റെ അവിടെ വല്ലാത്തൊരു നീറ്റൽ, അതായത് ലിംഗത്തിൻ്റെ അവിടെ വല്ലാത്തൊരു നീറ്റൽ. ആള് അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ എന്തോ ഒരു ഇൻഫെക്ഷൻ ഉള്ളതുപോലെ, എന്തോ ഒരു ചൊറിയൊക്കെ ഉള്ളതുപോലെ ആൾക്ക് ഫീൽ ചെയ്യാണ്. ഇത് കണ്ട് ആളാകപ്പാടെ പേടിച്ചു പോയി. ഇത്രയും നല്ല വൃത്തിക്ക് തൻ്റെ രഹസ്യഭാഗങ്ങളൊക്കെ സൂക്ഷിക്കുന്ന, ഡെയിലി കുളിക്കുന്ന തനിക്കെങ്ങനെയാണ് ഇത് വന്നത് എന്നുള്ളൊരു തരത്തിലായിരുന്നു ആൾ ചിന്തിച്ചത്. അപ്പോൾ ആളുടെ ദാമ്പത്യ ജീവിതവും പ്രശ്നത്തിലാവുകയാണ്. ആൾ ഉടനെ തന്നെ അടുത്തുള്ള ഒരു ഡോക്ടറെ പോയിട്ട് കാണുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഡോക്ടർക്ക് പെട്ടെന്നുകൊണ്ട് ഇതെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായില്ല. അങ്ങനെ ആൾ ഹൈദരാബാദുള്ള മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ഇയാളെ റെഫർ ചെയ്യുകയായിരുന്നു. ആ ഹോസ്പിറ്റലിലെത്തി ചെക്ക് ചെയ്ത ഡോക്ടർ പറഞ്ഞു സർക്കംസിഷൻ ചെയ്യണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഭേദമാവും എന്ന് പറഞ്ഞു. അതായത് സുന്നത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം സോൾവ് ആകുമെന്നുള്ളൊരു കാര്യം പറയുകയാണ്. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ സർജറിയും കാര്യങ്ങളൊക്കെ നടന്നു. അതിനുശേഷം എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശ്രാവൺ കുമാറിൻ്റെ അച്ഛൻ വന്ന് ചോദിക്കുകയാണ്, എന്താണെന്ന് എനിക്ക് ഇപ്പോൾ ഒരു പ്രശ്നം എന്നുള്ളത്. അതായത് ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല, കല്യാണം കഴിഞ്ഞ് 2-3 ദിവസമായപ്പോഴത്തേനാണ് ഇങ്ങനെയുള്ളൊരു ഇഷ്യൂ വന്നത്, എന്താണ് സീൻ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ആളുടെ ഭാര്യയുടെ രഹസ്യം അച്ഛനുമായിട്ട് ഷെയർ ചെയ്യാണ്.
അതായത് വിവാഹത്തിന് മുൻപ് ഞാൻ ഇതേപോലെ തന്നെ അവൾക്കൊരു ഫോൺ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ രാത്രി വിളിക്കുന്ന സമയത്ത് എൻഗേജ്ഡ് ആയിരുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഒരു സ്പൈവെയർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ നിന്ന് രാഘവേന്ദ്ര എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. എന്നാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാവും ഞാൻ വിചാരിച്ചു. എന്നാൽ കല്യാണം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഗതി ഇതായി. അപ്പോൾ അവൾ എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പയ്യൻ അച്ഛൻ്റെ അടുത്ത് പറയുകയാണ്. ഇത് കേട്ട് ഈ പയ്യൻ്റെ അച്ഛനാകപ്പാടെ ക്ഷുഭിതനാവുകയാണ്. അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അടുത്ത് വലിയ രീതിയിൽ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ ഈ കോളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇതേപോലെ തന്നെ വേറൊരു പയ്യനായിട്ട് ബന്ധമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അപ്പോൾ ഈ കോൾ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ടായിരുന്നല്ലോ, ആ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആ ഒരു സമയത്ത് ദേവിക്കാണെന്നുണ്ടെങ്കിൽ മറുത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ദേവിയുടെ പേരൻസിനും മറുത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാഘവേന്ദ്രയെ അവർക്കും അറിയായിരുന്നു. കാരണം ഇവർ രണ്ടുപേരും കോളേജിൽ വെച്ച് പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബന്ധത്തിന് ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ എതിരായിരുന്നു. അങ്ങനെയായിരുന്നു അവർ പിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ രാഘവേന്ദ്രയെ ഇവർക്ക് നല്ലപോലെ അറിയാവുന്ന ഒരാൾ കൂടെ ആയിരുന്നു. ഈ സമയത്ത് ശ്രാവണിൻ്റെ കാര്യം നോക്കാന്നുണ്ടെങ്കിൽ ആ സർജറി കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇത് മാറുമോ, എന്തായിരിക്കും അവസ്ഥ, തൻ്റെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ ഒരു പയ്യൻ ടെൻഷൻ അടിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പയ്യൻ്റെ അച്ഛൻ തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു. അതായത് ആള് ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി തൻ്റെ മകന് സുഗമമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകില്ല. അപ്പോൾ ഇതിന് കാരണക്കാരിയായത് ആ ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിലൊരു തീരുമാനമാക്കണം. തൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിച്ച ആ പെൺകുട്ടിയെയും പെൺകുട്ടിയുടെ ഫാമിലിയെയും ഇല്ലാതാക്കണം എന്നുള്ളൊരു ചിന്ത ഇയാൾക്ക് വരികയാണ്. ഇയാളിത് ഇയാളുടെ മകൻ്റെ അടുത്തും പറഞ്ഞു. ശ്രാവണിൻ്റെ അടുത്ത് പറയാണ്, ഇവരങ്ങനെ വിട്ടാൽ പറ്റൂല, ഇവർ നമുക്ക് അങ്ങ് തീർത്ത് കളയണം, നിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവരങ്ങനെ സുഖമായിട്ട് ജീവിക്കേണ്ടെന്ന് പറയുകയാണ്. ശ്രാവണും ആ ഒരു പ്ലാനിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഫാമിലിയെ കൊന്നുകളയാനായിട്ട് ഇവർ തീരുമാനിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അവരെ സ്വന്തം വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് കൊല്ലാമെന്നുള്ളൊരു കാര്യം ഇവർ തീരുമാനിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നല്ല മൂർച്ചയുള്ള 2 കത്തിയും ഇവർ വാങ്ങി സൂക്ഷിച്ചു. അന്ന് കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 13-ാം തീയതി രാവിലെ ഒരു 10 മണിക്കായപ്പോഴത്തേനും ശ്രാവൺ തൻ്റെ വൈഫിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. എന്നിട്ട് ആളുടെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് ഇപ്പോൾ ഇഷ്യൂസും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് സോൾവ് ആക്കണമല്ലോ, എനിക്കെന്തായാലും ഈ ഒരു പെൺകുട്ടിയുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാനാണ് താല്പര്യം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മകളെയും കൊണ്ട് എൻ്റെ വീട്ടിലോട്ടൊന്ന് പോവാം, എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ അടുത്തൊന്ന് സംസാരിക്കുക, അപ്പോഴത്തേനും കാര്യങ്ങളൊക്കെ ശരിയായിക്കോളും, പിന്നീട് വലിയ സീനൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു രീതിയിൽ ശ്രാവൺ വന്നിങ്ങായിട്ട് സംസാരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ദേവിയുടെ വീട്ടുകാരും ഹാപ്പി ആവുകയാണ്. അങ്ങനെ അവർ ദേവിയെയും കൊണ്ട്, അതായത് അച്ഛനും അമ്മയും ദേവിയും കൂടെ ഈ ഒരു ശ്രാവണിൻ്റെ വീട്ടിലോട്ട് വരികയും ചെയ്തു. വീട്ടിലെത്തി അവർക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം ഇവരുടെ പ്ലാൻ പതിയെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് അമ്മ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ കാവൽ നിൽക്കുകയാണ് ഉണ്ടായത്. അകത്തോട്ട് ആരും വരാതിരിക്കാനും ഇവർ പുറത്തോട്ട് പോകാതിരിക്കാനും വേണ്ടിയിട്ടായിരുന്നു മൂപ്പർ അവിടെ കാവൽ നിന്നത്. പിന്നീട് സംസാരിച്ച് ഈ ശ്രാവണിൻ്റെ അച്ഛൻ ദേവിയുടെ അച്ഛനെയും അമ്മനെയും അവരുടെ വീടിൻ്റെ എന്താ പറയുക 2ാമത്തെ നിലയിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാകെപ്പാടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദേവിയും അതുപോലെ തന്നെ ശ്രാവണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദേവി പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രാവൺ ഒളിപ്പിച്ച് വെച്ചിരുന്ന കത്തിയെടുത്ത് ദേവിയുടെ കഴുത്തിൽ ഒരൊറ്റ വെട്ടുകൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ആ ഒരു സമയത്ത് ദേവി വലിയ വായിൽ ഒച്ചെടുക്കുകയാണ് ഉണ്ടായത്. ആ ഒരു സൗണ്ട് കേട്ടിട്ട് മുകളിലുണ്ടായിരുന്നവർ ആകെ പേടിച്ചു പോയി. അവർ താഴോട്ട് വരാനായിട്ട് തുടങ്ങുകയായിരുന്നു. അപ്പോഴത്തേനും ആ ഒരു കത്തിയും പിടിച്ച് സ്റ്റെപ്പ് കയറിയിട്ട് ഈ പയ്യൻ മുകളിലെത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ പാരൻസ് നോക്കുമ്പോൾ രക്തത്തിൽ നിൽക്കുന്ന തൻ്റെ മരുമകനെയാണ് കാണുന്നത്. അപ്പോൾ അവർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശ്രാവണിൻ്റെ അച്ഛൻ്റെ കയ്യിലൊരു കത്തിയുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണ്. ആ ഒരു സമയത്ത് ആദ്യമായിട്ട് ഇവരുടെ കയ്യിൽ കിട്ടിയത് ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിയുടെ അമ്മയായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെയും ആ അമ്മയെ കുത്തി പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം അച്ഛനെ അറ്റാക്ക് ചെയ്തു. എന്നാൽ ആ ഒരു സമയത്ത് അയാൾ ഇവരെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. ആൾക്കും ഇതേപോലെ തന്നെ പരിക്കുകളും വെട്ടുകളൊക്കെ ഏറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അവിടെ നിന്ന് ആൾ ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. ആ ഒരു സമയത്ത് ഡോറിൻ്റെ അവിടെ ഇവരുടെ അമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മയെയും തള്ളി മാറ്റിക്കൊണ്ട് ഇയാൾ പുറത്തോട്ട് ഓടിപ്പോകുന്നൊരു കാഴ്ചയായിരുന്നു അത് നാട്ടുകാരും കണ്ടു. അപ്പോൾ രക്തത്തിൽ കുളിച്ച് ഒരാൾ ഇതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നു. അപ്പോൾ ഇവർ 3 പേരുണ്ടല്ലോ, അതായത് ശ്രാവണും അച്ഛനും അമ്മയും, അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഇവർ 3 പേരും കൂടെ ഒരു ബൈക്ക് എടുത്ത് പോവുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ടായിരുന്നു. അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആംബുലൻസും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. പോലീസുകാർ നേരെ സ്ഥലത്തെത്തി നോക്കുന്ന ആ ഒരു സമയത്ത്
ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതേപോലെ തന്നെ ദേവിയും മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ദേവിയുടെ അമ്മയും ഇതേപോലെ തന്നെ കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവരങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. ബോഡിയൊക്കെ റിക്കവർ ചെയ്തു, ഓട്ടോപ്സിക്കായിട്ട് വിട്ടു. പിന്നെ നമ്മളുടെ ദേവിയുടെ അച്ഛൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അപ്പോഴത്തേനും ആളെ നാട്ടുകാർ ഇതേപോലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ അന്വേഷിച്ചപ്പോൾ ഇവർ രക്ഷപ്പെട്ട ബൈക്കിൻ്റെ നമ്പർ കിട്ടി. അവർ ഈ ഒരു ബൈക്ക് ട്രാക്ക് ചെയ്യാണ്. കർണൂലിൻ്റെ ഔട്ടറിലുള്ള ഒരു ലോഡ്ജിൽ ഇവർ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു. പോലീസുകാർ അവിടെ ചെന്നു. ഇവരെ 3 പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇവർ പറഞ്ഞത് കേട്ട് പോലീസുകാർ തന്നെ ആകപ്പാടം ഞെട്ടിപ്പോവുകയാണ്. സാധാരണ ഒരു സർക്കംസിഷൻ, അതായത് സാധാരണ ഒരു സുന്നത്തിൻ്റെ പരിപാടി മാത്രമേ അവിടെ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു മുറിവൊക്കെ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ വലിയ സീനൊന്നും ഉണ്ടാവുമായിരുന്നില്ല. അതായത് എല്ലാം അടിപൊളിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നടന്നാനേ. എന്നാൽ ഇവർ ചിന്തിച്ചു കൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതോടുകൂടി ജീവിതം കഴിഞ്ഞു ഇനി അങ്ങനത്തെ ഒരു ലൈഫേ ഉണ്ടാകില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു. ആ ഒരു റേജിലാണ് ഇത്തരത്തിലുള്ള കൃത്യങ്ങളെല്ലാം തന്നെ അവർ ചെയ്തു കൂട്ടിയത്. അങ്ങനെ പോലീസുകാർ തെളിവുകളും മറ്റുമൊക്കെ കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ വരപ്രസാദ് എന്ന് പറയുന്ന ശ്രാവൺകുമാറിന്റെ അച്ഛനും അതുപോലെ തന്നെ ശ്രാവൺകുമാറിനും വധശിക്ഷയാണ് കോടതി വിധിച്ചത്. ഈ ശ്രാവൺകുമാറിന്റെ അമ്മയായിട്ടുള്ള കൃഷ്ണവേണിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് അവർ അപ്പീലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കേസ് ഇപ്പോഴും ബാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഒരു സംശയത്തിൻ്റെ പേരിൽ, അതായത് തൻ്റെ ലൈഫ് സ്പോയിലായി എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള വലിയ 2 കൊലപാതകങ്ങളാണ് ആ ഒരു അച്ഛനും മകനും അമ്മയും കൂടെ ചെയ്തത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 കൊലപാതകം അവർ ചെയ്യേണ്ടതാണ്. ഇവരുടെ അച്ഛൻ ജസ്റ്റിന് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.